നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല എന്തിനാ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു അവന് വേണ്ടി അവള് മഞ്ജുവിനെ തല്ലാൻ വാങ്ങിയത്. എന്നിട്ട് മഞ്ജു മിടിക്കല്ലേ, നന്നായിട്ട് സംസാരിച്ച് അതിൽ നിന്ന് ഊരി പോവുകയും ചെയ്തു. ശാലിനി പുറകെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഞാൻ ഇടപെട്ടു. അത് നന്നായി. ഇവളിങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? അവളെ വിളിച്ചൊന്ന് ശകാരിക്കാൻ പോലും ഡാഡിക്ക് പറ്റില്ല. അവളുടെ പ്രേമത്തിന് പച്ചക്കൊടി കാണിച്ചത് ഡാഡി തന്നെയല്ലേ. അപ്പോ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ പുറകെ നടക്കരുതെന്ന് അവളോട് എങ്ങനെ പറയും? എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, അല്ലെ കാര്യങ്ങൾ കൈവിട്ടു പോവും. നീ ആ കടക്കാരൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നടക്കുവാണോ? അയാൾ പറഞ്ഞതുപോലെ പീതാംബരൻ എന്തെങ്കിലും മോശം രീതിയിലാണ് കാശുണ്ടാക്കിയതെങ്കിലോ? അതുകൊണ്ട് എന്താ, ആളുകൾ എന്തൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ളവരോട് ഉടക്കാൻ നിന്നാ പിന്നെ അത് അവസാനം നമുക്ക് പണിയാവേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോണം. പക്ഷേ എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛന് പീതാംബരനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അച്ഛൻ എന്തായാലും അന്വേഷിച്ചേനെ. അങ്ങനെ അന്വേഷിച്ചെന്തെങ്കിലും കണ്ടുപിടിച്ചതുകൊണ്ടാണോ എന്റെ അച്ഛൻ മരിച്ചത്? നീ പറഞ്ഞു വരുന്നത് പീതാംബരൻ മാധവൻ സാറിനെ മനഃപൂർവ്വം കൊന്നതാണെന്നാണോ? അങ്ങനെ ആയിക്കൂടെ? അച്ഛൻ മരിച്ചതിന് ശേഷം പീതാംബരൻ ഇത്രയും കാശ് ഒരുമിച്ച് കിട്ടിയതിൽ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. പിന്നെ അരവിന്ദാക്ഷൻ സാർ ലോട്ടറി അടിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് വെറുതെ വിട്ടു. പക്ഷേ അയാൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയുന്നത് കള്ളക്കഥയാന്ന് വ്യക്തമാണ്. അയാൾ ഈ കാശൊക്കെ എവിടെ നിന്നുണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കണം. നീ വീണ്ടും ഈ കേസ് അന്വേഷിക്കാൻ പോവാണോ? കഴിഞ്ഞ തവണ നീ ഇതിൽ ഇടപെട്ടതിന് അരവിന്ദാക്ഷൻ സാർ നിന്നെ വഴക്ക് പറഞ്ഞത് ഓർമ്മയില്ലേ? വെറുതെ പുലിവാനൊന്നും പിടിക്കണ്ട. ഇതെന്റെ അച്ഛന്റെ കേസാ, എനിക്കിതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നിനക്ക് പേടിയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ അന്വേഷണം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് ധൈര്യം കാണിക്കണ്ട, ഞാനും കൂടെ ഉണ്ട്. താങ്ക് യു. എന്തിന്? മാധവൻ സാറ് എനിക്കും വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. സർവീസിൽ കയറിയിട്ട് എന്നെ ഇത്രയും സഹായിച്ച വേറെ ഒരാളുമില്ല. അദ്ദേഹത്തിന് ഈ ഗതി വരുത്തിയത് ആരാണെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും. പീതാംബരനെ പോലെ ഒരുത്തിന് ഇത്ര ഉയർച്ച ഉണ്ടാവോ? എനിക്ക് ഏറ്റവും ദേഷ്യം അതല്ല, ഇത്രയും കാശുണ്ടാക്കിയിട്ടും അയാൾ നിന്റെ കുടുംബത്തിന് തരാനുള്ള നഷ്ടപരിഹാരം തന്നിട്ടില്ലല്ലോ. അയാൾ എത്ര വലിയ ദുഷ്ടനാ. എന്താ മഞ്ജു? അയാൾ ഉണ്ടാക്കിയ കാശ് വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് തരാനുള്ള നഷ്ടപരിഹാരം നിസ്സാര തുകയല്ലേ? അതെ. അപ്പോ ആ കാശ് അടിച്ച് കോടതിയിൽ അയാൾ ഒരു മാന്യനാണെന്ന് തെളിയിക്കാനല്ലേ ശ്രമിക്കൂ? അയാൾക്ക് കാശിനോട് ആർത്തിയായിരിക്കും. ഒരു പോലീസുകാരന്റെ മരണത്തിന് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ മുഴുവൻ പോലീസുകാരുടെ ശ്രദ്ധ അയാളുടെ മേലെ പതിയും. പീതാംബരൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാള് അതോടെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് അയാൾ ഒരിക്കലും ആ റിസ്ക് എടുക്കില്ല. എന്നിട്ട് അയാളെന്താ കാശടയ്ക്കാത്ത? അയാള് കാശ് അടച്ചിട്ടുണ്ടെങ്കിലോ? മനസ്സിലായില്ല. വീട്ടിൽ കയറുന്ന ഗുണ്ടായിസം കാണിക്കുന്നു. മിണ്ടായിരിക്കടി. ഗിരി കാശ് തന്നിട്ട് നമ്മളോട് ഈ നാട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ആ വാക്ക് പാലിക്കാത്തതിൽ അവന് വിഷമം കാണും. ഗിരി എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും നമ്മൾ അവനോട് ബഹുമാനത്തോടെ പെരുമാറാൻ പാടുള്ളൂ. നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഗിരിയ. നമ്മുടെ ഇളയമുള്ള കല്യാണം നടത്തിയത് തന്നെ ഇവൻ തന്ന കാശുകൊണ്ടല്ലേ? നീ പോയി 2 കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോവാ.
ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി. ചെല്. ഗിരി വാ, വന്നിരിക്കേ. ഞാൻ നാട്ടിൽ വന്നത് ഇത്ര പെട്ടെന്ന് ഗിരി അറിയുമെന്ന് ഞാൻ കരുതിയില്ല. താൻ ഇവിടെ മുഴുവൻ കറങ്ങിയടിച്ച് നടക്കായിരുന്നില്ലേ? ആരെങ്കിലുമൊക്കെ എന്നോട് വന്ന് പറയുമെന്ന് തനിക്ക് നന്നായിട്ടറിയാം. അത് ചോദിക്കാനായി ഞാൻ ഇവിടെ എത്തുമെന്നും താൻ കണക്ക് കൂട്ടി. ഇനി പറ, തനിക്ക് എന്താ വേണ്ടത്? എന്ത് പറയാനാ ഗിരി? മോളുടെ കല്യാണം നന്നായി നടത്തണമെന്ന് ഏതൊരച്ഛനും ആഗ്രഹിക്കില്ലേ? അതുകൊണ്ട് ഇളയ മോളെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചു. അപ്പതേ മൂത്ത മോളുടെ ഭർത്താവ് വന്ന ഒരേ പ്രശ്നം. ഇളയ മോൾക്ക് ഇത്രയും കാശ് ചെലവാക്കാമെങ്കിൽ മൂത്ത മോൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. അല്ല, അവൻ ചോദിക്കുന്നതിലും ന്യായമുണ്ട്. മക്കളോട് ഒരു മാതാപിതാക്കളും വേർതിരിവ് കാണിക്കാൻ പാടില്ലല്ലോ. വിഷയത്തിലേക്ക് വാ പീതാംബര. അങ്ങോട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. കുറെ തർക്കിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അവനോട് ദേഷ്യപ്പെടേണ്ടി വന്നു. അവൻ എന്താ വേണ്ടതെന്ന് വെച്ച് കൊടുക്കാമെന്ന് മുഖത്തടിച്ച പോലെ ഞാനങ്ങ് പറഞ്ഞു. അവൻ മനസ്സുകൊണ്ട് നല്ലവനാ. 10 ലക്ഷവും കാറും മാത്രമേ ചോദിച്ചുള്ളൂ. നല്ല കാര്യം, അതും കൊടുത്താ പോരെ. ഇങ്ങോട്ട് എന്തിനാ കെട്ടി എഴുന്നള്ളിയത്? എന്റെ കയ്യിൽ എവിടുന്ന മോനെ ഇത്രയും കാശ്? എന്നെ നീ ഒന്ന് സഹായിക്കണം. ഇതെന്റെ മോളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല എന്റെ പണി. ഇതെന്ത് വർത്താനാ ഗിരി? നിനക്കൊരു പ്രശ്നം വന്നപ്പോ മേലും കീഴും നോക്കാതെ സഹായിച്ചവനാ ഞാൻ. സഹായോ? താൻ ചെയ്തതൊരു ജോലിയാ. അതിന് കൃത്യമായ കൂലിയും തന്നിട്ടുണ്ട്. അതോടെ കണക്കെല്ലാം കഴിഞ്ഞു. ഇനിയും അതിന്റെ കാര്യവും പറഞ്ഞ് വാരാ നിൽക്കരുത്. അറിയാലോ, എന്റെ സ്വഭാവം വളരെ മോശം. ഇങ്ങനെ പേടിപ്പിക്കല്ലേ ഗിരി. ഞാനൊരു പാവല്ലേ. വല്ലാതെ പേടിച്ച ഞാൻ ചിലപ്പോ ചില സത്യങ്ങൾ പുറത്ത് പറഞ്ഞെന്ന് വരും. അത് നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. വെറുതെ എന്തിനാ മോനെ റിസ്ക് എടുക്കുന്നത്? ഞാൻ പറഞ്ഞ തുക എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാൻ നോക്ക്. നിന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗിരി, മാധവൻ സാറിന്റെ മകള് പോലീസിൽ കയറി അല്ലേ? അവളെ അച്ഛനെ കൊന്ന ആളെ അവള് തേടി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഈ അവസ്ഥയില് ഞാൻ അവളുടെ കൈപ്പെട്ട നിന്റെ കാര്യം തീരുമാനാവും. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ കാശ് റെഡിയാക്കാൻ നോക്ക്. മഹിമ എവിടെ? അവളെയും കൂട്ടി അമ്മാവനും അമ്മായി ഒരു കല്യാണത്തിന് പോയേക്ക. വന്ന കാലി നിൽക്കാതെ പോയൊരു ചായ എടുത്തോണ്ട് വാ. അച്ഛന്റെ കേസ് എന്തായി? വക്കീൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ, കോടതിയുടെ കാര്യമല്ലേ, എല്ലാത്തിനും സമയമെടുക്കും. അല്ല, പോലീസുകാരുടെ നഷ്ടപരിഹാരത്തിന്റെ കാര്യമാകുമ്പോ കോടതി കുറച്ച് പരിഗണന കാണിക്കില്ലേ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യാണോ? പോലീസുകളെയൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി. ഇതെന്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്നേ നടക്കൂ. നോക്കി കഥ പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് പാടി. മര്യാദക്ക് ചോദിച്ചാൽ നിനക്ക് ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ? നിനക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നട്ടലില്ലാത്തോണ്ട് അങ്കിളിനെ ഇറക്കിയൊക്കെയാണോ? എണീക്കണം. കുട്ടിക്കാലം മുതൽ യൂണിഫോം ഇട്ടവരെ കാണുന്നത് കൊണ്ടാണോ നിനക്ക് ഇതിനോടൊരു ബഹുമാനം ഇല്ലാത്തത്? അതോ
കാക്കിയിട്ടതൊരു പെണ്ണായതുകൊണ്ടാണോ നിനക്ക് ഇത്ര അഹങ്കാരം? അങ്ങനെയൊന്നുമില്ല സാർ, ഞങ്ങള് വീട്ടില് തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ആണാ? ഹ, എന്നാ നീ പോയിട്ടേ കടുപ്പത്തിൽ 2 ചായ ഇട്ടിട്ട് വാ. നിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് അറിയാലോ.